നമുക്കിനി കോഴിക്കോട്ടേക്ക് ഒന്ന് പോകണം. അവിടെ MS അനീഷ് കുമാറുണ്ട്. അനീഷ്, അക്ഷരാർത്ഥത്തിൽ CPM-ന് കൈവിട്ടുപോയ ഒരു മണ്ഡലം. CPI-ക്ക് MLA-മാരില്ല, അങ്ങനെ വേണമെങ്കിൽ പറയാം. കോൺഗ്രസിന്റെ വലിയ തിരിച്ചുവരവ് സംഭവിക്കുന്നു. കോഴിക്കോട്ട് MLA ഇല്ല എന്നുള്ള പേരുദോഷം കോൺഗ്രസ് മാറ്റുന്നു. ലീഗും കോൺഗ്രസും ചേരുമ്പോൾ ഭൂരിഭാഗം മണ്ഡലങ്ങളും തിരിച്ചുപിടിക്കുന്നു. നമുക്ക് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതിൻ്റെയൊക്കെ ഒരു ലാഞ്ചന കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് പോലും UDF പോലും പ്രതീക്ഷിക്കാത്തൊരു വിജയം കോഴിക്കോട് ലഭിക്കുകയാണ് മുന്നണിക്ക്. തീർച്ചയായും രഞ്ജിത്ത്, ഏറ്റവും വലിയ അട്ടിമറികൾ നടന്ന ജില്ലകളിൽ ഒന്ന് കോഴിക്കോട് നമുക്ക് തീർത്ത് പറയേണ്ടി വരും. മറ്റു പല ജില്ലകളിലും സമ്പൂർണ്ണ പരാജയത്തിലേക്ക് CPM എത്തുമ്പോഴും കോഴിക്കോട് ഇത്തരമൊരു പരാജയം ഒരു പൂർണ്ണ രീതിയിൽ CPM പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് വസ്തുത. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തൊട്ടാകെ വലിയ തിരിച്ചടി ലഭിച്ചപ്പോഴും കോഴിക്കോട് കോർപ്പറേഷൻ ഈ ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും നിലനിർത്താൻ കഴിഞ്ഞു എന്നത് CPM-ന് ഒരാശ്വാസമായിരുന്നു. കാരണം കേരളത്തിൽ CPM ഭരിക്കുന്ന ഏക കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ. ചരിത്രത്തിൽ ആദ്യമായി ജില്ലാ പഞ്ചായത്ത് നഷ്ടപ്പെടുന്നു. ജില്ലയിലെ ബഹുഭൂരിപക്ഷം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും UDF ഭരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MK രാഘവൻ ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നു. അങ്ങനെ കുറച്ച് നാളുകളായി തന്നെ ഒരു മാറ്റത്തിൻ്റെ കാറ്റ് കോഴിക്കോട് വീശുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഇത്ര വലിയ ഒരു കൊടുങ്കാറ്റായി മാറുമെന്ന പ്രതീക്ഷ CPM-ന് ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. 2001-ലാണ് ഇതിനു മുമ്പ് ഏറ്റവും അധികം സീറ്റുകൾ നേടി UDF വിജയിച്ചത്. അന്ന് പോലും 6 സീറ്റുകളാണ് UDF-ന് ലഭിച്ചിരുന്നത്. 2 കോൺഗ്രസ് MLA-മാരും 4 ലീഗ് MLA-മാരും ആണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇങ്ങോട്ട് 2006-ൽ അത് 1 സീറ്റായി കുറഞ്ഞിരുന്നു. കഴിഞ്ഞ തവണ പിന്നീട് സീറ്റ് ഉണ്ടായില്ല. ലീഗിന് മാത്രമാണ് പിന്നീട് MLA-മാരെ നൽകാൻ കോഴിക്കോട് നിന്നും കഴിഞ്ഞത്. അതിനുശേഷമാണ് ഇത്തവണ മത്സരിച്ച എല്ലാ കോൺഗ്രസ് MLA-മാരും ജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയത്. അത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രവീൺ കുമാർ ആവട്ടെ, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന അഭിജിത്ത് ആവട്ടെ, KSU ജില്ലാ പ്രസിഡന്റായ VT സൂരജ് ആവട്ടെ, അങ്ങനെ മത്സരിച്ച എല്ലാവരും വെന്നിക്കൊടി പാറിക്കുന്ന ഒരവസ്ഥയിലേക്ക് ജില്ലയിൽ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഒരു മന്ത്രി, മുൻ മന്ത്രി, LDF കൺവീനർ എന്നിവർ പരാജയത്തിൻ്റെ കയ്പ് നീർ കുടിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളൊക്കെ പരിശോധിച്ചാൽ ഇവിടെ നിന്നും ഉള്ള ഒരൊറ്റ CPM അല്ലെങ്കിൽ LDF ജനപ്രതിനിധി എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസ് മാത്രമാണ്. ODP കാലത്ത് പോലും ഇളകാതെ നിന്ന കോട്ടയായ ബേപ്പൂർ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് അത് ആശ്വാസം. അതും ജില്ലയിൽ നിന്നുള്ള മത്സരിച്ച കോൺഗ്രസ് നേതാക്കളൊക്കെ വിജയിച്ചപ്പോൾ പുറത്തുനിന്ന് എത്തിയ PV അൻവർ മാത്രമാണ് ഒരു തോറ്റ നേതാവെന്ന് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ ഒറ്റത്തുരുത്ത ഈ കനൽ ഒരു തരി എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇത്തവണ കോഴിക്കോട് ജില്ലയിൽ PM മുഹമ്മദ് റിയാസ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു വലിയ ഭൂരിപക്ഷത്തിലൊന്നും ജയിക്കാൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. ഒപ്പം ഇടത് കോട്ടകളെന്നും ഉറച്ച കോട്ടകളെന്നും ഒരു സാഹചര്യത്തിലും ഇളകില്ല എന്നും വിചാരിച്ച കോഴിക്കോട് നോർത്ത് പോലെയുള്ള മണ്ഡലങ്ങൾ, ബാലുശ്ശേരി, പേരാമ്പ്ര പോലെയുള്ള മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടതും വലിയൊരു ക്ഷീണമായി മാറുന്നു. അതിൽ പേരാമ്പ്രയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച ഘട്ടം മുതൽ വലിയ ചർച്ചാ വിഷയമായ മണ്ഡലമാണ്. അവിടെ TP രാമകൃഷ്ണൻ എന്ന LDF കൺവീനർ, കോഴിക്കോട് രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും അധികായനായ ഒരാളാണ് മത്സരിച്ചത്. അദ്ദേഹത്തെ ഒരു സാഹചര്യത്തിലും അട്ടിമറിക്കാൻ കഴിയില്ല എന്നൊരു പ്രതീക്ഷ CPM ക്യാമ്പിനുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്തായി മാറുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ പരിശോധിച്ചാൽ ആദ്യ റൗണ്ടുകളിലൊക്കെ പലപ്പോഴും UDF സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും ഈ CPM ശക്തി കേന്ദ്രങ്ങളിലേക്ക് അവസാനം വോട്ടെണ്ണൽ എത്തുമ്പോൾ ലീഡ് തിരിച്ചു പിടിച്ച് വിജയിക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അവിടെയൊക്കെ വലിയ ഒരു തിരിച്ചടി ഇത്തവണ എത്തിയിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ പോലും 1-ാം സ്ഥാനത്തേക്ക് കയറാൻ TP പോലൊരു നേതാവിന് കഴിയുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം ബാലുശ്ശേരി ഒരു വലിയ കോട്ടയായും 30,000-ത്തിലധികം വോട്ടുകൾക്ക് ജയിച്ചിരുന്ന മണ്ഡലത്തിൽ സിറ്റിംഗ് MLA ആയ സച്ചിൻ ദേവിനെ VT സൂരജ് എന്ന KSU നേതാവ് 16,980 വോട്ടുകൾക്ക് തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആ ട്രെൻഡിൻ്റെ ആഴം കോഴിക്കോട് വ്യക്തമാണ്. ഒപ്പം ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് വീതം വർദ്ധിപ്പിച്ച് വന്നിരുന്ന എലത്തൂരിൽ മന്ത്രി AK ശശീന്ദ്രൻ്റെ ഞെട്ടിക്കുന്ന തോൽവിയും ഉണ്ടായിരിക്കുന്നു. അവിടെ വിദ്യാ ബാലകൃഷ്ണൻ 12,162 വോട്ടുകൾക്ക് ജയിച്ചു. അതായത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പോലും UDF കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ അതുപോലും പ്രതിഫലിക്കാതിരുന്ന ഒരു മണ്ഡലമാണ് എലത്തൂർ. ആ കോട്ടയും കൈവിട്ടിരിക്കുന്നു. ഒപ്പം കൊയിലാണ്ടിയിൽ പ്രവീൺ കുമാർ, ഇടതുപക്ഷം മാത്രം തുടർച്ചയായി കുറച്ച് വർഷങ്ങളായി ജയിക്കുന്ന, കൃത്യമായി പറഞ്ഞാൽ 2001-ൽ അഡ്വക്കേറ്റ് P ശങ്കരൻ ജയിച്ച ശേഷം കൊയിലാണ്ടിയിൽ നിന്നും ഒരു കോൺഗ്രസ് ജനപ്രതിനിധി ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ പേരുദോഷമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായ K പ്രവീൺ കുമാർ മറികടന്നിരിക്കുന്നത്. പങ്കുവച്ചത് ഐതിഹാസിക വിജയത്തിന്റെ ഒരു തിളക്കത്തിലാണ്.
കോഴിക്കോട്ടെ UDF സംവിധാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.